ഹലോ ഗൈസ്, ഞാൻ ഹബീബ്, ഞാൻ ബാദുഷ. വെൽക്കം ടു HB Reacts. ഇന്ന് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് മോഹൻലാൽ സംവിധാനം ചെയ്ത ബറോസ്. അതിൻ്റെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ അത് റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നു അല്ലേ. നമുക്ക് റെക്കമെൻഡേഷൻ വന്നിരുന്നു ഈ ട്രെയിലർ റിയാക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രെയിലർ റിയാക്ഷൻ ചെയ്യാം, അതിനുശേഷം ബാക്കി സംസാരിക്കാം. ആ ഡിഗാമ കൊട്ടാരത്തിനകത്തെ ഒരാട്ടാറ് ഭൂതമുണ്ട്. ഞാൻ ബറോസ്, നൂറ്റാണ്ടുകളായി നിധി കാക്കുന്ന ഭൂതം. ചോട്ട ഇസബെല്ല. Benvenuto di volta di Gama. മറ്റൊരാളെ ഓർത്തു തൂവുന്ന കണ്ണുനീരിലും മഹത്തായ ഒരു നിധി ഈ ലോകത്തില്ല മോളെ. അടുത്ത് കാണാം. സംഭവം സെറ്റല്ലേ ഈ സാധനം. ഒരു വിർച്വൽ 3D അത് റിലീസ് ചെയ്തതെന്ന് തോന്നുന്നു. കാരണം കാണുമ്പോൾ തന്നെ 3D എഫക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. 3D ക്യാമറ തന്നെ ഷൂട്ട് ചെയ്ത. എനിക്കൊന്നു മലയാളത്തിൽ കുട്ടിച്ചാത്തന് ശേഷം ഡയറക്റ്റ് 3D ഷൂട്ട് ചെയ്യണ സിനിമയാണ്. അതായത് 3D ക്യാമറയിൽ ഷൂട്ട് ചെയ്യണ സിനിമയാണ്. ട്രെയിലർ എഡിറ്റ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ടൈപ്പാണല്ലോ, 3D തോന്നുന്ന ടൈപ്പ്. അതാണ് പറയുന്നത് വിർച്വൽ 3D എന്ന് പറയും. അതായത് കണ്ണട വെക്കാണ്ട് നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ, അതായത് 3D ഗ്ലാസ് വെക്കാണ്ട് നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ 3D എഫക്റ്റ് തോന്നുന്നത്. അതാണ് വിർച്വൽ 3D എന്ന് പറയുന്നത്. അപ്പോൾ അതിലാണ് ട്രെയിലർ റിലീസ് ചെയ്തത്. സംഭവം നൈസാണ്ട്. ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് നമ്മൾ പടം കണ്ടിട്ട് അല്ലേ. കറക്റ്റ് റിലീസ് ടൈമും കറക്റ്റ് ആണ്. കാരണം ക്രിസ്മസിന് പറ്റിയ ചേർച്ചയുള്ള ഒരു വിഷ്വൽസും കൂടി ആയതുകൊണ്ട് നല്ല രസമായിരിക്കും കാണാൻ അല്ലേ. ഡിസംബർ 25-ാം തീയതി റിലീസാണ്. 25-നല്ലേ റിലീസ്. പിന്നെ വന്നിട്ട് പറയാനാണെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. അതുകൂടാണ്ട് സന്തോഷ് ശിവനാണ് ക്യാമറ. പിന്നെ ഇവർ തന്നെ പ്രൊഡക്ഷൻ അല്ല, ആൻ്റണി പിന്നെ പ്രൊഡ്യൂസർ ചെയ്യുന്നു. പിന്നെ ഇപ്പം എന്താ പറയുക, ഇപ്പോൾ മോഹൻലാലിൻ്റെ ഇപ്പോൾ ഇത് പക്ഷേ വലിയ ഹൈപ്പ് ക്രിയേറ്റ് ആയിട്ടില്ല പടം അല്ലേ. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ ഹൈപ്പ് അധികം ഇല്ലാത്ത പടങ്ങളാണ് ചിലപ്പോൾ കത്തി കയറാറ്. ദൃശ്യമൊക്കെ അങ്ങനെ ഒന്നാണ്, ഒട്ടും പ്രതീക്ഷയില്ലാണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഡിസംബറിൽ റിലീസായ പടമാണ്. പിന്നെ ബാക്കിയുള്ള ഇപ്പോൾ ഈ കുട്ടിച്ചാത്തന് ശേഷം ഇത് 3D ക്യാമറ ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്നേക്കുന്ന സിനിമകൾ മിക്കതും സാധാ ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ട് അത് 3D കൺവേർട്ട് ചെയ്താണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഡയറക്റ്റ് ഷൂട്ട് ചെയ്തേക്കുന്നതാണ്. പിന്നെ കുറേ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു. പിന്നെ മറ്റേ ഈ മതിൽ റോൾ ചെയ്യണ ടൈപ്പ് എന്തോ മെഷീൻ സാധനമൊക്കെ ഇല്ലേ, എന്ത് പേരറിയില്ല, അങ്ങനത്തെ സാധനമൊക്കെ പടത്തിൽ യൂസ് ചെയ്യുന്നതാണ്. കാരണം അതിൽ വെച്ചാണ് നിന്ന് ഷൂട്ട് ചെയ്യുന്നത്. മോഹൻലാലും വെള്ളം കുടിക്കുമ്പോൾ ഇങ്ങനെ താഴേക്ക് പോകുന്ന ഒരു വീഡിയോ ഉണ്ട്, സീൻ കണ്ടില്ല, അത് അതിൽ നിന്ന് ചെയ്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
പിന്നെ ആനിമേഷനൊക്കെ അങ്ങനെ ഉണ്ട് സംഭവം. നല്ല ബഡ്ജറ്റ് ഇറക്കിയല്ലേ, മാക്സിമം പെർഫെക്ഷനിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി പടം എങ്ങനെയാന്ന് അറിയില്ല. പിന്നെ ഇനിയിപ്പോ ഒരുപാട് എൻഗേജിങ് ഉള്ള സീനില്ലാണ്ട് ഒരു സ്ഥലത്ത് നിന്നുള്ള ഈ നാടൻ പോലെ അങ്ങനെ പോകുന്നതാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പിടിച്ചൊക്കെ എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ പടം കത്തി കയറുമെന്ന് സംശയമാണ്. പിന്നെ കോമ്പറ്റീഷനാണ് ഒരുമിച്ച് വേറെ പല പടങ്ങളും ഉണ്ട്. ഡിസംബറിൽ തന്നെ മറ്റേ ഇതുണ്ട്, മാർക്കോ ഉണ്ട്. പിന്നെ പുഷ്പ 5-ാം തീയതി റിലീസാണുകൊണ്ട് അതിന്റെ എക്സ്റ്റെൻഡ് ചെയ്ത് എന്തോരം വരെ അതിന്റെ നല്ല സിനിമയാണെങ്കിൽ അതും നീണ്ടുപോകാൻ ചാൻസ് ഉണ്ട് കളക്ഷൻ. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാണ് വന്നെ റിലീസ്. പിന്നെ സുരാജിന്റെ എക്സ്ട്രാ ഡീസൻ്റ് എന്ന് പറഞ്ഞാൽ ED എന്ന് പറഞ്ഞാൽ അത് പടമാണെന്ന് പറയണ്ടായിരുന്നു. പിന്നെ ഏതാണ് പ്രാവിൻകൂട് ഷാപ്പ്, ബേസിലും സൗബിനും കൊള്ളാം. അങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ എല്ലാം കൂടി ഒരുമിച്ചാണ് വരുന്നത്. എന്തായാലും അല്ലേ നല്ലൊരു വിഷ്വൽ ട്രീറ്റാണ് സംഭവം. എന്തായാലും കണ്ടിരിക്കാനൊക്കെ പറ്റിയത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള കുട്ടികൾക്ക് പറ്റിയ പടം തന്നെയാണെന്നാണ് മോഹൻലാലും പറഞ്ഞത്. എന്തായാലും കാത്തിരുന്നാണ് എങ്ങനെയാണെന്ന് അറിയാം അല്ലേ. അപ്പോൾ ട്രെയിലർ എന്തായാലും നൈസായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മളൊന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം.